വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്കിൻ കെയറിൽ നിന്ന് മാറിയിട്ട് കുറച്ച് വ്യത്യാസമായിട്ട് ഹെയർ കെയറിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഹെയർ കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഹെയർ കെയർ റുട്ടീനുണ്ട്. അത് വേറെ ഒന്നുമല്ല, സാധാ കോക്കനട്ട് ഓയിൽ കുറച്ച് കാസ്റ്റർ ഓയിലും ഉപയോഗിച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡൊക്കെ ആയപ്പം, അതായത് എനിക്ക് തോന്നുന്നു ഒരു 7 വയസ്സൊക്കെ ഉള്ളപ്പോഴായിരിക്കും മുടി മുട്ടയടിച്ചിട്ട് അമ്മ ഇത് രണ്ടും തേച്ച് തരുമായിരുന്നു. ഓക്കെ, അപ്പം ആഴ്ചയിൽ 3 ദിവസമൊക്കെ തേക്കും. അങ്ങനെ ഞാനൊരു 2 കൊല്ലം 3 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുടിയുടെ കട്ടി ശരിക്കും അറിയാം. എൻ്റെ മുടി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എനിക്ക് ഒട്ടും മുടി ഉണ്ടായിരുന്നില്ല. ജനിക്കുമ്പോൾ വളരെ പഞ്ഞിക്കൊട്ട പോലത്തെ മുടിയായിരുന്നു. അതെനിക്ക് മാറാൻ സാധ്യതയില്ല. അപ്പോൾ ഏതെങ്കിലും കുട്ടികളാണ് ഇപ്പോൾ മുടി, നമ്മുടെ അമ്മമാരൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മുടി നോക്കുന്നതെങ്കിൽ ഞാൻ പറയാം, 2 പ്രാവശ്യമെങ്കിലും മിനിമം, ഞാൻ 3 പ്രാവശ്യം ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ, 2 പ്രാവശ്യമെങ്കിലും മിനിമം നമ്മളൊന്ന് മുടി ഷേവ് ചെയ്യണം കുട്ടിയുടെ. അപ്പോൾ നമ്മൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു 2ാം ക്ലാസ്സിലൊക്കെ എത്തുന്നതിന് മുമ്പാണെങ്കിൽ അവർക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല, എനിക്ക് മുടിയില്ല എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടാവില്ല. അത് ഷേവ് ഒക്കെ ചെയ്ത് 2 പ്രാവശ്യം ഒന്ന് മുട്ടയടിക്കണം. അത് വേറെ ഒന്നും ഉണ്ടല്ലോ, ചടങ്ങിനൊന്നുമല്ല, നമ്മളത് ചെയ്തിരിക്കണം. അപ്പോൾ മുടിയൊന്നൊരു ഫ്രഷ് ഹെയർ ഗ്രോത്ത് തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഓയിൽ, വെറും നമ്മുടെ കോക്കനട്ട് ഓയിലും കാസ്റ്റർ ഓയിൽ പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കാസ്റ്റർ ഓയിൽ നമ്മുടെ കടയിൽ കിട്ടുന്നൊന്നും വാങ്ങരുത്. മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അവരോട് ചോദിച്ചിട്ട് നല്ല കാസ്റ്റർ ഓയിൽ, തിക്ക് കാസ്റ്റർ ഓയിൽ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും, അത് വാങ്ങിച്ച് പറ്റുന്നതായിരിക്കും നല്ലത്. പക്ഷെ അത് പറ്റുന്ന ഒരു രീതിയുണ്ട്. 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുക്കുകയാണെങ്കിൽ 3ാമത്തെ സ്പൂൺ എന്തായിരിക്കണം, കാസ്റ്റർ ഓയിൽ ആയിരിക്കണം. അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ വെക്കുക. അത് ഒരാഴ്ച 1.5 ആഴ്ച വരെ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെറ്റ് ഉണ്ടാക്കിയാൽ മതി, അല്ല മിക്സ് ചെയ്ത് ഉണ്ടാക്കി വെക്കരുത്. പിന്നെ വേണമെന്ന് വെച്ചാൽ ചെറിയ ചൂട്, ഒരുപാട് ചൂടാക്കരുത്, ചെറിയൊരു തരത്തിൽ ചൂടാക്കിയാൽ കാസ്റ്റർ ഓയിൽ ഒന്നുകൂടി ഒന്ന് ലൂസാവും. അപ്പോൾ ചൂട് സുഖത്തിൽ അങ്ങനെ പറ്റാൻ പറ്റും. ഇല്ലെങ്കിൽ ഇച്ചിരി സ്റ്റിക്കിനെസ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നല്ലോണം ഷാമ്പു ചെയ്ത് കളയാം. ഷാമ്പു ഞാൻ പണ്ട് യൂസ് ചെയ്യുന്ന ഏതൊക്കെ താളിയൊക്കെ ഷാമ്പു, നമ്മൾ നീല താളിയൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ നാച്ചുറൽ ഷാമ്പൂസൊക്കെ കുറേ നല്ല ഷാമ്പൂസൊക്കെ ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം, നല്ല ഷാമ്പൂസ് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഓയിലിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് നല്ലൊരു ടെക്നിക്കാണ്, ഓക്കെ, കുട്ടികൾക്ക്. പിന്നെ 2ാമത്തെ ഒരു കാര്യം ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയത് ഒരു ചെറിയ സംഭവമുണ്ട്, റോസ്മേരി ഓയിൽ. അപ്പോൾ ഈ 2 കൂട്ടത്തിന് കൂടെ തന്നെ ഞാൻ റോസ്മേരി ഓയിലും യൂസ് ചെയ്യരുത്. റോസ്മേരി ഓയിൽ എന്ന് പറഞ്ഞാൽ ഇത് 2 തരത്തിലുള്ള സംഭവമുണ്ട് കേട്ടോ. റോസ്മേരി വാട്ടർ പേസ്റ്റ് ഓയിലുണ്ട്, ഒരു ഓയിൽ കട്ടിയുള്ള ഓയിലുണ്ട്. ഇത് ഇച്ചിരി കൂടി ഇച്ചിരി ലൈറ്റായിട്ടുള്ള ഓയിലാണ്. അപ്പം ഇതാണെങ്കിൽ ഞാനൊരു 10 ഡ്രോപ്പ്, ഈ പറഞ്ഞ അളവിൽ തന്നെ ഒരു 10 ഡ്രോപ്പ് ആണെങ്കിൽ മതി മാക്സിമം, അത് ഞാൻ ഇടും. പിന്നെ ഓയിൽ, ശരിക്കുള്ള ഓയിലാണ് കിട്ടുന്നതെങ്കിൽ ഒരു 5 ഡ്രോപ്പ് ഇട്ടാൽ മതി. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് കാണണമെങ്കിൽ ലോങ് റണ്ണിലേ കാണത്തുള്ളൂ, ഒറ്റ ദിവസം കൊണ്ടൊന്നും കാണത്തില്ല. ഒരു 5 മാസം 6 മാസമൊക്കെ ഇന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ, റോസ്മേരി ഓയിൽ പ്രത്യേകിച്ച് എന്ന് യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്കതിനൊരു വ്യത്യാസം കാണാം. മുടിയൊക്കെ ശരിക്കും സോഫ്റ്റ് ആവും, ഭയങ്കര സോഫ്റ്റ് ആവും. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ റോസ്മേരി ഓയിൽ ലൈറ്റ് ആയിട്ടുള്ള ഓയിലാണ്, ഇപ്പോൾ കട്ടിയില്ലാത്ത ഓയിലാണ്. നമ്മൾ ഇച്ചിരി വാട്ടർ ബേസ്ഡ് ആണെങ്കിൽ നമുക്ക് ഈ ഷാമ്പു കഴിഞ്ഞിട്ടും തല ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം വെറുതെ ഒന്ന് തലയോട്ടിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 6 മണിക്കൂറൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം കഴുകി കളയുക. അങ്ങനെയൊക്കെ മിനിമം നമ്മുടെ തലയിൽ 6 മണിക്കൂറൊക്കെ ഇരുന്നാൽ അതിന് കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നമുക്ക് എണ്ണ ആയിട്ട് പറ്റി കളയാനാണെങ്കിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ചാൽ ഈ കാസ്റ്റർ ഓയിലും കോക്കനട്ട് ഓയിലും ഈ റോസ്മേരി ഓയിലും കൂടി പറ്റിയിട്ട് അത് മിക്സ് ചെയ്തിട്ട് പറ്റിയിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ അന്നേരം 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാനത് പരീക്ഷിച്ചിട്ടുണ്ട്, ഞാൻ പരീക്ഷിക്കാതല്ല പറയുന്നത്, നല്ലോണം എഫക്റ്റീവാണ്. പിന്നെ ഈ റോസ്മേരി ഓയിൽ വേറൊരു കാര്യത്തിനോട് യൂസ് ചെയ്യാറുണ്ട്. ചില സമയം ഞാൻ ഷാമ്പൂവിൽ 2 തുള്ളി യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹെയർ ഇച്ചിരി സോഫ്റ്റ് ആവും, ഓക്കെ, കുറച്ചുകൂടി സോഫ്റ്റ്നെസ് ഒക്കെ വരും. നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും. ഭയങ്കര റഫ്നെസ്, ഈ ഫ്രിസി ഹെയർ ഉള്ളവർക്കൊക്കെ ഭയങ്കര നല്ലതായിരിക്കും. പിന്നെ ഒരു സംഭവമുണ്ട്, എന്നും ഈ ഓയിലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ചിലർക്ക് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൺസിഡർ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. പിന്നെ ഈ റോസ്മേരി ഓയിലൊക്കെ ട്രൈ ചെയ്യുന്ന മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, കാരണം ചിലർക്ക് അത് റിയാക്ഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടിട്ടൊക്കെ വേണം എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. പക്ഷേ ഈ കാസ്റ്റർ ഓയിലും കോക്കനട്ട് ഓയിലും ഞാൻ കണ്ടിട്ടുള്ളവർക്കൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു സംഭവം കൂടി ഞാൻ കണ്ടുപിടിച്ചു. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പം പുതിയൊരു ഓയിൽ, ഓക്കെ, ഞാനിത് ട്രൈ ചെയ്യാമെന്ന് വെച്ച് വാങ്ങിച്ചത്, കുറച്ച് എക്സ്പെൻസീവ് ഉണ്ടോ, ഭൂമിക വേദിക്സ് എന്നൊരു ഓയിൽ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് ശരിക്കും കുറച്ച് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ ജർമ്മനിയിലാണ്, ഇവിടെ വാട്ടർ കുറച്ച് ഹാർഡാണ്. നല്ല വാട്ടറൊക്കെ ആണെങ്കിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒരു
നമ്മുടെ നാട്ടിലെ പോലെ കിണറ്റിലെ വെള്ളമൊന്നുമല്ലല്ലോ. അപ്പോൾ ഞാൻ മുടി കൊഴിച്ചിൽ ചെറുതായിട്ട് കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് നാട്ടിൽ വന്നപ്പോൾ ഞാൻ പരീക്ഷിക്കാമെന്ന് വെച്ച് വാങ്ങിച്ചു. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. ഇത് വെബ്സൈറ്റിൽ കിട്ടും, ആമസോണിലൊക്കെ കിട്ടും. പുള്ളിക്കാരിക്ക് തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. ഭൂമിക വേദിക്സ് നിറച്ചിട്ട് കിട്ടും. അവരോട് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. അപ്പോൾ അവർ നമുക്ക് വീട്ടിലേക്ക് അയച്ചു തരും. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അവർക്ക്. ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല, ഞാനത് യൂസ് ചെയ്തു. എനിക്ക് ഇഷ്ടമായി. വളരെ നല്ല ഭയങ്കര റിഫ്രഷിങ് സ്മെല്ലാണ്. ഞാൻ ഒരു 3 ദിവസം ആഴ്ചയിൽ 3 ദിവസം ട്രൈ ചെയ്തിട്ടുള്ളൂ. ഒരു 15 മിനിറ്റ് തേച്ചിട്ട് കഴുകിക്കളയാം. ഓക്കെ, കുളിക്കാൻ നേരത്തെ കഴുകിക്കളയാം, ഷാമ്പു ചെയ്ത് കളയാം. മുടി ഒഴിച്ചിട്ട് എനിക്ക് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഈ മുടി വന്നോന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ഭയങ്കരമായിട്ട് വന്നോന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് വന്നിട്ടില്ല. പക്ഷെ മുടി ഹെൽത്തി ആവുന്നുണ്ട്. കൊഴിച്ചിലില്ല, ഹെയർ ഫോൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം. മുടി ഒഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു യൂസേജിൽ എനിക്ക് മനസ്സിലായത്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിനി നാട്ടിൽ വന്നിട്ട് വേണം അത് വാങ്ങിക്കാൻ. ഇവിടെ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കാലത്തേക്ക് വേറെ സംഭവം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതില്ലാത്ത ദിവസം നമുക്ക് വേറെ സംഭവം ട്രൈ ചെയ്താൽ പറ്റും. അപ്പം ഞാൻ ട്രൈ ചെയ്തത് ഇനി അടുത്ത് ഓർഡിനറി സീറമാണ് കേട്ടോ. അതായത് മൾട്ടി പെപ്റ്റൈഡ് സീറം ഫോർ ഹെയർ ഡെൻസിറ്റി. ഓക്കെ, ഈ സിറം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 1 മാസമായി. ഇതുവരെ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനത് ടെസ്റ്റ് ചെയ്തു. എനിക്ക് മുടി ഒഴിച്ചിട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെറിയ ഇവിടെ എനിക്ക് നോക്കുമ്പോൾ ചെറിയ മുടികളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഭൂമിയോപതിക്സ് ഉപയോഗിച്ച് കുറച്ചാൾ ഞാൻ കഴിഞ്ഞു. അത് ഓൾമോസ്റ്റ് ഞാൻ കഴിഞ്ഞു. ഇനി കുറച്ചും കണ്ടും ബാക്കിയുള്ളൂ. എനിക്ക് വേറെ വഴിയില്ല കിട്ടാൻ. പക്ഷേ ഇത് കണ്ടോ, കുറച്ചും കൂടി എനിക്ക് മുടിയൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത് രണ്ട് എഫക്റ്റ് ആണെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് എന്തായാലും സീറം ഉപയോഗിക്കുമ്പം മുടി നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്. നല്ല ലൈറ്റ് വെയ്റ്റ് സീറമാണ്, നമ്മളെ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പം കുളി കഴിഞ്ഞിട്ട് രാത്രി വന്നിട്ട് ജിമ്മിനൊക്കെ പോയി വന്ന് കുളിച്ച് കഴിഞ്ഞ ശേഷം ഇത് ഞാൻ പരട്ടിയിട്ട് കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ ഒന്ന് ഡ്രൈ ചെയ്ത് ഞാൻ മുടി ഇങ്ങനെ ജസ്റ്റ് ലൂസാക്കിയിട്ട് കഴിഞ്ഞാൽ പോകും. അതാണ് എൻ്റെ പണി, അല്ലാതെ വേറെ ഒന്നും ചെയ്യാറില്ല. അപ്പം അതൊരു നല്ലൊരു ഐറ്റമാണ്. ഇത് നമ്മളെ ഇന്ത്യ കിട്ടും എന്നാണ് എൻ്റെ ഒരു വിചാരം. ഈ ഓർഡിനറി എല്ലായിടത്തും കിട്ടേണ്ടതാണ്, ഇന്ത്യയിൽ കിട്ടേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ മാത്രം കിട്ടുന്നൊരു സംഭവമുണ്ട്. അത് വിഷ് കെയറിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സീറം, ഹെയർ സീറം. അതിൻ്റെ റിവ്യൂ അടിപൊളിയാണ്. എനിക്കത് വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. നിങ്ങളത് വാങ്ങിച്ച് ഉപയോഗിച്ചോളൂ. എനിക്ക് തോന്നുന്നത് നല്ലതാണെന്ന് തന്നെ. അപ്പം ഞാൻ അടുത്ത പ്രാവശ്യം ഇന്ത്യ വരുമ്പോൾ അത് എന്തായാലും യൂസ് ചെയ്യും. അതുകൊണ്ട് ഞാൻ എൻ്റെ റിവ്യൂ ഒന്നുകൂടി പറയാം. പക്ഷെ അതൊരു ഓപ്ഷനാണ് കേട്ടോ, നിങ്ങൾക്ക് ഇത് കിട്ടാനില്ലെങ്കിൽ അത്. അപ്പം ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഇതെല്ലാം ചിലപ്പം എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയാലോ. അപ്പം മുടിയുടെ കാര്യത്തിൽ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ഷാമ്പുകളിൽ എന്തൊക്കെയാണെന്ന് അറിയാം. ഓക്കെ, ബൈ.